ഹായ് ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ? കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല, ചെറിയ ഭാഗമായിട്ട്. ഇന്ന് ഞാനും മോനിട്ടനും മാത്രമേ ഏട്ടൻ്റെ വീട്ടിലുള്ളൂ കേട്ടോ. മോർണിംഗിൽ ഏട്ടനും അച്ഛനും ഒക്കെ പണിക്ക് പോയി, അമ്മയാണെങ്കിൽ രാത്രി എത്തത്തുള്ളൂ. അപ്പോൾ ഇന്ന് എൻ്റെയും മോനിട്ടൻ്റെയും ഒരു ഈവനിങ് വരെയുള്ള കുറച്ച് നിമിഷങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളപ്പം ഉണ്ടാവുന്ന അതൊന്ന് ലോങ് വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ പപ്പ ചിക്കനൊക്കെ മേടിച്ച് തന്നിരുന്നു. അപ്പോൾ നമ്മൾ ഗീ റൈസും ചിക്കൻ കറിയും ആക്കാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ് കേട്ടോ. ഞാൻ വലിയൊരു പെർഫെക്റ്റ് കുക്കൊന്നുമല്ല, എന്നാലും തട്ടിക്കൂട്ടിയൊക്കെ കറിയൊക്കെ ഉണ്ടാക്കും. അപ്പം ആദ്യം സവാളയും റൈസ് ഞാൻ ആദ്യം കഴുകി വെച്ചു കേട്ടോ, അതാണ് നിങ്ങൾ നേരത്തെ കണ്ടേ. പിന്നെ സവാളയും നമ്മുടെ പൊട്ടറ്റോയും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഈ എല്ലാം ഓരോ ഭാഗം ഓരോന്ന് ചെയ്താൽ എനിക്ക് അപ്പം തന്നെ അവിടെ ക്ലീൻ ചെയ്യണം കേട്ടോ. അതെല്ലാവർക്കും ഒരുപോലെയാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് എങ്ങനെയാണ്. ഞാനിപ്പോൾ എല്ലാ ഭാഗവും എടുക്കുന്ന പാത്രങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്ത സ്ഥലങ്ങളൊക്കെ അപ്പം തന്നെ ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷനാണ് ഉള്ളിൽ. അത് കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവില്ലേ, അത്. അപ്പോൾ ഞാനിനി ചിക്കൻ കറിയൊക്കെ മീൻസ് ചിക്കൻ കറിയുടെ പണി നോക്കട്ടെ. അപ്പോൾ ചിക്കൻ കഴുകാനായിട്ട് കുറേ ടൈം എടുക്കും കേട്ടോ. എനിക്ക് നന്നായിട്ട് കഴുകി ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത്. കുറേ തവണ കഴുകി അതിനൊരു വെള്ളക്കുട്ടപ്പനാക്കുന്ന രീതിയിൽ വേണം എനിക്ക് ചിക്കനെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ഈ കഴുകി വൃത്തിയാക്കിയൊക്കെ കഴിഞ്ഞ് എനിക്ക് പിന്നെ കറി കൂട്ടാൻ എനിക്ക് കൂട്ടാൻ തോന്നത്തില്ല കേട്ടോ, അതാണ് സത്യം. എത്ര പേർക്ക് അങ്ങനെ ഉണ്ട് നല്ല ഫിഷൊക്കെ കഴുകി കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു കഴിക്കാനുള്ളൊരു മനസ്സ് തോന്നത്തില്ല. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പം ഇന്ന് ചട്ടിയിലാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി ഞാൻ ഇവിടെ ഞങ്ങൾ വീക്കിലി ഞാനും അമ്മയൊക്കെ വരുന്നതിനെ കൊണ്ട് ചട്ടി അങ്ങനെ എപ്പോഴും എടുക്കാറില്ല. അപ്പോൾ ഈ എടുക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഈ ചട്ടിയിലൊരു വൈറ്റ് കളറ് ഒരു പൂപ്പൽ പോലെയൊക്കെ വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകിയിട്ടേ കുറച്ച് ചൂടുവെള്ളം വെച്ച് നന്നായിട്ട് മീൻസ് ഉള്ളൊക്കെ കഴുകി വൃത്തിയാക്കും കേട്ടോ. ഈ ഓഫീസിലിരിക്കുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കും. 2 ബോട്ടിലെങ്കിലും വെള്ളം കുടിച്ച് തീർക്കാം ഒരു ദിവസം. അത് കുറേ അന്ന് അളവല്ല, എന്നാലും ഇരിക്കുന്ന ടൈമിൽ കുടിച്ച് തീർക്കും. വീട്ടിലാകുമ്പോൾ തുള്ളി വെള്ളം പോലും ഞാൻ കുടിക്കാറില്ല കേട്ടോ. അപ്പോൾ എനിക്ക് യൂറിൻ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ പേടിച്ചിട്ടാണ് ഈ ഒരു വെള്ളം കുടിക്കുന്നത്. മോനിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ കളിക്കേണ്ട. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവനെ ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒപ്പിച്ച് വെക്കും. അപ്പോൾ അതും ഇതിൻ്റെ ഇടയിൽ നടക്കണം. അപ്പോൾ ഞാൻ ഈ യൂട്യൂബിലേക്ക് വരാനുള്ള മീൻസ് എനിക്കിങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറേ വ്യൂവേഴ്സ് ഉണ്ടായിട്ടോ അങ്ങനെയൊന്നുമല്ല, നമുക്ക് ഓരോ ആൾക്കാർക്ക് ഓരോ ഇഷ്ടങ്ങളില്ലേ. അപ്പം അങ്ങനെയുള്ളൊരു ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യൽ, വീഡിയോ അപ്ലോഡ് ചെയ്യുക, എന്തോ ചെയ്യണം, എന്തോ അങ്ങനെ ചെറിയ വീഡിയോ ആണ് അത് എഡിറ്റ് ചെയ്ത് അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തോ സാറ്റിസ്ഫാക്ഷനാണ്. മീൻസ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അതിൽ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ അതിലുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്ന കേട്ടോ. അപ്പം നമ്മൾ ചിക്കനൊക്കെ കഴുകി വെച്ചു. സവാള കട്ട് ചെയ്യാണ്. സവാള ഞാൻ ഈ തൊലി പോക്കുന്ന സമയത്ത് എന്നെപ്പോലെ എത്ര പേരുണ്ടായിരുന്നു ഇവിടെ, തൊലി പോക്കി അതിനൊരു നല്ല മീൻസ് അതിന് മുകളിൽ കറുപ്പ് കളർ ചിലപ്പോൾ സവാളയിൽ കാണാം. അതൊന്നും ഇല്ലാത്ത രീതിയിലാക്കിയിട്ട് ചിലപ്പോൾ സവാള തീർന്നു പോയിണ്ടാവും തൊലി പോക്കിയിട്ട്. നല്ല വൃത്തിയിലാക്കിയിട്ട് ഞാൻ സവാള കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് അങ്ങനെ ആക്കുമ്പം നല്ല വൃത്തി ഉണ്ടല്ലോ എന്നുള്ളത്. മോണ്ടനെ പോയി നോക്കിയപ്പോൾ മോണ്ടൻ്റെ വണ്ടിയൊക്കെ വെച്ചിട്ട് കളിക്കുന്നത് വാഷിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പൈപ്പിൽ നിന്ന് വെള്ളമൊക്കെ എടുത്തിട്ട് അതിലെന്തൊക്കെയോ കളിക്കുകയാണ്. പിന്നാലൊരു കണ്ണില്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒപ്പിക്കും കേട്ടോ. അപ്പം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ ചതച്ച് ഇതാക്കി വെക്കുക. അപ്പം ഇന്ന് ചിക്കൻ മസാല സാധാരണ ഈസ്റ്റേണിൻ്റെ അങ്ങനെയൊക്കെയാണ് മേടിക്കാറ്. ഇന്ന് ഏട്ടൻ മേടിച്ചു കൊണ്ടുവന്ന് ഒരു മലയാളിമ എന്നുള്ള ഈ പൂർണിമ ഇന്ദ്രജിത്തിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റിലുള്ളൊരു ഇതാട്ടോ ഈ മലയാളിമ എന്നുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ കറി വെച്ച സമയത്ത് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പൊടിയാണ്, കൊള്ളാം. അപ്പോൾ നമുക്ക് ചിക്കൻ കറി വേഗം വെക്കാം. അപ്പം ഇപ്പം എന്നെപ്പോലെ തന്നെ യൂട്യൂബിലേക്കൊക്കെ വരാനും ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇടുക, നമ്മളിടുന്ന വീഡിയോ ആൾക്കാർ കണ്ടാൽ എന്ത് വിചാരിക്കും എന്നൊക്കെ ഉള്ളവരുണ്ടാവില്ലേ. ചെയ്യണം എന്നുള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെ ചെയ്യും, എന്താ ചെയ്യുക, എങ്ങനെ വീഡിയോ ഇടണം, അങ്ങനെയൊക്കെ അറിയാത്ത കുറേ ആളുകളുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരാൾക്ക് ഒന്നിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റില്ല. നമ്മൾ ഇറങ്ങുക, നമ്മളങ്ങനെ പഠിക്കും. ഓരോന്ന് ചെയ്ത് നമ്മൾ വീഡിയോ ഇടുന്നതിലും എഡിറ്റിങ്ങിലും ഒക്കെ പെർഫെക്ഷൻ അങ്ങനെയാണ് വരിക കേട്ടോ.
ഇത് നമ്മുടെ സ്വന്തം ആളാട്ടോ, നമ്മുടെ പൂച്ചക്കുട്ടൻ. ഇടയ്ക്കിടയ്ക്ക് വരും, ഞങ്ങൾ വരുന്ന സമയത്തൊക്കെ വരും. അപ്പോൾ ആക്കി ഞാൻ കുറച്ച് ചിക്കൻ പീസൊക്കെ ഞാൻ കഴുകി കഴിഞ്ഞ സമയത്ത് കൊടുത്തിരുന്നു. അപ്പോൾ മോനിന് ഇടയ്ക്ക് വന്ന് അമ്മയെ വിശക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് വേഗം ആക്കി കൊടുക്കല്ലോ എന്നുള്ള രീതിയിലാണ് ചിക്കൻ കറി സെറ്റായി. അപ്പോൾ ഈ അമ്മ ഇവിടെ ഗരം മസാലയൊക്കെ പൊടിച്ച് വെക്കും കേട്ടോ, നന്നായിട്ട് കഴുകി ഉണക്കി നല്ല സ്മെല്ലാട്ടോ അതിന്. അങ്ങനെ അത് ഞാൻ കുറച്ച് ചിക്കൻ കറിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പിന്നെ റൈസിനുള്ള പണിയൊക്കെ ഉണ്ട്. ഗീ റൈസാണ്, ഞാൻ കുക്കറിലാണ് ഗീ റൈസ് വെക്കാറ് കേട്ടോ. കുക്കറിലാണ് ഗീ റൈസ് വെക്കുക. എനിക്ക് ഒറ്റ വിസിലില്ല, അത് ഒന്നിൽ കൂടുതൽ വിസിലൊക്കെ വന്നാൽ അലിഞ്ഞു പോവും. കറക്റ്റിൽ നമ്മൾ മെഷർ ചെയ്തിട്ട് തന്നെ വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം 1 ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളമല്ലേ, 2 ഗ്ലാസ് ഫുള്ളായിട്ട് ഒഴിക്കേണ്ട, കുറച്ച് വെക്കാം കേട്ടോ. നമ്മൾ എടുക്കുന്ന റൈസിനെ ഡിപ്പെൻഡ് ചെയ്തെടുക്കും. അപ്പോൾ കൈമയാണ് ഞാൻ യൂസ് ചെയ്തത്. ഞാൻ കുറച്ചൊരു പൊടിക്ക് കുറച്ചിട്ടാണ് കുക്കറിലേക്ക് ഇതാക്കി വെക്കുക കേട്ടോ. ഉള്ളിയൊക്കെ ആദ്യം വാട്ടിയിട്ടാണ് വെക്കുക. അപ്പോൾ എനിക്ക് നല്ല കറക്റ്റായിട്ട് ഇതുപോലെ കിട്ടും കേട്ടോ റൈസ്. നല്ല പെർഫെക്ഷനിൽ തന്നെയാണ് കിട്ടുക. അപ്പോൾ ചിക്കൻ കറിയും ഗീ റൈസൊക്കെ റെഡിയായി. നമ്മൾ കിച്ചണൊക്കെ നല്ല നീറ്റാക്കി. കിച്ചണൊക്കെ നീറ്റാക്കി കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്, നമ്മൾ പണിയൊക്കെ കഴിഞ്ഞല്ലോ, ഇനി കുറച്ച് പോയി ഇരിക്കുക എന്ന് കരുതി പോവും. അപ്പോഴാണ് മോട്ടന് ഫുഡ് കൊടുക്കണ്ടേ. മോട്ടന് വിശക്കുന്നുണ്ട്, കുറേ നേരം ഞാൻ പറയുന്നു ഫുഡ് വേണമെന്ന്. അങ്ങനെ ഞാൻ അവന് കുറച്ച് ലീവുള്ള ദിവസമല്ലേ, അപ്പോൾ ഒന്ന് തീറ്റി കൊടുക്കാമെന്ന് കരുതി. എപ്പോഴും അവൻ അമ്മയെ തീറ്റി തരുമോ എന്നുള്ളത് ചോദിക്കും. ഇത് ചിക്കനും കൂടി ആയതുകൊണ്ട് എല്ലാം തട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ ആട്ടോ തീറ്റി കൊടുത്ത്. അത് കഴിഞ്ഞ് മോട്ടന് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പഠിത്തമൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈവനിങ് ഞാൻ പറഞ്ഞില്ല, രാവിലെ ഒരു ഷോർട്സിൽ ഞാൻ പറഞ്ഞിരുന്നു മുറ്റൊക്കെ വൃത്തികേടായി കിടക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ മോട്ടനാണ് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വേറൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രം നീതു അനക്.